അതിലൊരു അന്തിമ ശിക്ഷാവിധി. കുമാറിനോടൊരു ചോദ്യം. വിജയകുമാർ, ഈ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്നൊരു വാദമായി വന്നിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, പ്രോസിക്യൂഷൻ നിയമം പറയുകയാണ് സ്ത്രീയുടെ ശരീരത്തിൽ സമ്മതമില്ലാതെ തൊടാൻ പാടില്ല. മാത്രമല്ല, യഥാർത്ഥ കുറ്റവാളി ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് കോടതി മുൻപാകെ പ്രോസിക്യൂഷൻ പറയുകയാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, വാദം നീട്ടാൻ വേണ്ടി പ്രോസിക്യൂഷൻ കൂടുതൽ നീട്ടാൻ ശ്രമിക്കുമ്പോൾ കോടതി ഇടപെട്ടിട്ടുണ്ട്. ഇന്ന് തന്നെ ശിക്ഷാവിധി ഉണ്ടാകേണ്ടതാണ്, അതുകൊണ്ട് അധികം സമയമെടുക്കാൻ കഴിയില്ല എന്ന് കോടതി സൂചന നൽകുന്നു. അതേസമയം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പ്രോസിക്യൂഷൻ ഈ ഘട്ടത്തിൽ അവതരിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇത് യഥാർത്ഥ കുറ്റവാളി മറഞ്ഞിരിപ്പുണ്ടെന്ന് പ്രോസിക്യൂഷൻ പറയുന്നതിന്റെ ഒരു സാങ്കത്യം തന്നെ 4 പേർ ഗൂഢാലോചന കുറ്റം ആരോപിക്കപ്പെട്ട 4 പേർ, ദിലീപ് അടക്കമുള്ളവർ കുറ്റവിമുക്തരാക്കപ്പെട്ട ഘട്ടത്തിൽ പ്രോസിക്യൂഷന്റെ ഈ പരാമർശത്തെ, ഈ വാദത്തെ എങ്ങനെയാണ് നിലവിലെ സാഹചര്യത്തിൽ, പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? യഥാർത്ഥ കുറ്റവാളി മറഞ്ഞിരിപ്പുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറയുന്നത്. ശിക്ഷ സമൂഹത്തിന് സന്ദേശം നൽകേണ്ടത് എന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. ശിക്ഷ സമൂഹത്തിന് മാതൃകയാകണം എന്നാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. അപ്പോൾ കോടതി ചോദിക്കുന്ന ഒരു ചോദ്യം, സമൂഹത്തിന് വേണ്ടിയാണോ വിധി എഴുതേണ്ടത് എന്നാണ് പ്രോസിക്യൂഷനോട് കോടതി ചോദിക്കുന്നത്. ഇത് പ്രോസിക്യൂഷനും കോടതിയും തമ്മിൽ ആശയപരമായി ചില പോയിന്റുകൾ വലിയ വിയോജിപ്പുണ്ട് എന്നതിന്റെ പ്രകടമായ സൂചന തന്നെയാണ്. നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ് പ്രോസിക്യൂഷന്റെ കേസ് എന്താണ്. ഇപ്പോൾ കുറ്റമുക്തനാക്കപ്പെട്ട ദിലീപാണ് ഈ ഗൂഢാലോചനയുടെ മുഖ്യ കേന്ദ്രം എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ കേസ്. അത് കോടതി നിരാകരിച്ചു, ദിലീപിനെ കുറ്റമുക്തനാക്കി. ഇപ്പോൾ കോടതി ആ കേന്ദ്ര ബിന്ദുവായി കൊണ്ടുവരുന്നത് പൾസർ സുനിയാണ്. പൾസർ സുനിയെ കേന്ദ്രീകരിച്ച് നടന്ന ഗൂഢാലോചനയെ പറ്റിയാണ് വിചാരണ കോടതി ജഡ്ജ് ഓപ്പൺ കോർട്ടിൽ സംസാരിക്കുന്നത്. എന്നാൽ ആ ഘട്ടത്തിലും പ്രോസിക്യൂഷൻ പറയുന്നത് പൾസർ സുനി അല്ല, ഒരു മറഞ്ഞിരിക്കുന്ന കുറ്റവാളിയുണ്ട് എന്നതാണ് വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷൻ ഇപ്പോഴും പറയുന്നത്. അപ്പോൾ ആ മറഞ്ഞിരിക്കുന്ന കുറ്റവാളിയുണ്ട് എന്ന് പറയുമ്പോൾ ഇതുവരെ നിയമത്തിന് മുന്നിൽ വന്നിട്ടില്ല, അല്ലെങ്കിൽ നിയമം അയാളെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. 2 സൂചന പ്രോസിക്യൂഷന്റെ ഈ വാദങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് തുടർന്ന് നടക്കാൻ പോകുന്ന നിയമ പോരാട്ടത്തിന്റെ ഒരു സൂചന കൂടിയാണ്. അതിജീവിതയ്ക്കായി ആരെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിക്കുന്നു. അഭിഭാഷക കോടതിയിലില്ല, അഡ്വക്കേറ്റ് ടി ബി മിനി കോടതിയിലില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു അഡ്വക്കേറ്റ് എയ്ഡ് എന്ന നിലയിലായിരുന്നു അഡ്വക്കേറ്റ് ടി ബി മിനി ഈ കേസിൽ ഇതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിജീവിതയ്ക്ക് വേണ്ട സഹായങ്ങൾ നൽകുക, നിയമപരമായി അവർക്ക് അഡ്വൈസ് വേണ്ട ഘട്ടത്തിൽ അത് നൽകുക, അവരെ സഹായിക്കുക, പ്രോസിക്യൂഷനും അവർക്കും ഇടയിൽ ഒരു ബ്രിഡ്ജായി പ്രവർത്തിക്കുകയൊക്കെയാണ് ചെയ്തത്. അതിജീവിതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അവരെ റെപ്രസെന്റ് ചെയ്ത് ആരും കോടതിയിലില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണ കേസുകളിൽ അതിജീവിതയെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് പ്രോസിക്യൂഷൻ. അപ്പോൾ പ്രോസിക്യൂഷൻ ഈ കോടതിയിൽ പറഞ്ഞത് മുഴുവൻ അതിജീവിതയ്ക്ക് വേണ്ടിയാണ്. അതിജീവിത കടന്നുപോയ കടുത്ത ജീവിത യാഥാർത്ഥ്യങ്ങൾ അത് കോടതിയിൽ ഇതിനോടകം തന്നെ വിചാരണ ഘട്ടത്തിൽ മാത്രമല്ല ഇന്നും അത് കോടതിയിൽ പ്രോസിക്യൂഷൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിജീവിതയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന പ്രോസിക്യൂഷനാണ്. പ്രോസിക്യൂഷൻ വാദം അവസാനിച്ചു എന്ന വിവരം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇനി ശിക്ഷാവിധിയിലേക്ക് പോവുകയാണ്. അതായത് ജിക്ക് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കോടതി ഇതിന്റെ മുഖ്യ സൂത്രധാരനായി പൾസർ സുനിയെ ഈ കേസിന്റെ നടുക്ക് നിർത്തിയിരിക്കുകയാണ്. അയാളെ കേന്ദ്രീകരിച്ച് നടത്തിയ ഗൂഢാലോചനയിലെ ശിക്ഷ പ്രഖ്യാപനത്തിലേക്ക് കോടതി പോവുകയാണ്. മറഞ്ഞിരിക്കുന്ന ഒരു കുറ്റവാളി ഇപ്പോഴും ഉണ്ട് എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. അപ്പോൾ പ്രോസിക്യൂഷനും കോടതിയും തമ്മിൽ ആ വിഷയത്തിൽ പ്രകടമായ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നത് ഈ പരാമർശങ്ങളിൽ തന്നെ വ്യക്തമാണ്. അതവിടെ നിൽക്കട്ടെ. നിയമപരമായി ഒരു കോടതി മുറിയിൽ അത് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ്. കേസുകളിൽ അവിടെ അത്തരം യോജിപ്പുകളും ഉണ്ടാകും. അത് നിയമപരമായി തന്നെ ഒരു ജുഡീഷ്യൽ റിവ്യൂവിന്റെ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് ആ നിലയ്ക്ക് നിൽക്കട്ടെ. ഇനി കോടതി ശിക്ഷ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതിൽ തന്നെ കോടതി തുടക്കത്തിൽ ചോദിച്ചത് ഇതിലെ 1-ാം പ്രതി അയാൾ നടത്തിയ ഗൂഢാലോചന, മറ്റ് പ്രതികൾ അയാളെ സഹായിച്ചു. അപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നത് ഇത് 376D കൂട്ടബലാത്സംഗം തെളിഞ്ഞ കേസാണ്, 120B തെളിഞ്ഞ കേസാണ്. ഒരാൾക്ക് ഒറ്റയ്ക്ക് അത് പറ്റില്ല. 1-ാം പ്രതിക്ക് പങ്കാളിത്തമുള്ളതുപോലെ തന്നെ മറ്റുള്ള പ്രതിക്കും പങ്കാളിത്തമുണ്ട്. ഇതിൽ മറഞ്ഞിരിക്കുന്ന മറ്റു ചില പ്രതികളുണ്ട്. അപ്പോൾ അത് കോടതി ആ വിഷയത്തിലേക്ക് ഇനി കടക്കാൻ സാധ്യതയില്ല. ഇനി ഈ 6 പ്രതികൾക്ക് അവരുടെ കുറ്റത്തിന് ആനുപാതികമായ ശിക്ഷ എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രതികൾക്കും ഒരേ കുറ്റമാണ് തെളിഞ്ഞത്. അതുകൊണ്ട് ഇനി അതിൽ ആനുപാതികമായ പരിഗണന പാടില്ല. പരമാവധി ശിക്ഷ ഈ 376Dയിലും 120Bയിലും നൽകാവുന്ന പരമാവധി ശിക്ഷ നൽകണം എന്ന് പറയുന്നു. ഇതാ വിജീഷിന്റെ അഭിഭാഷകൻ, പ്രതിയുടെ അഭിഭാഷകൻ ശിക്ഷയിൽ ഇളവ് വേണം എന്ന് പറഞ്ഞ് വീണ്ടും എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഇനി ഈ പ്രതിഭാഗത്തിന് എന്തെങ്കിലും പറയാൻ അവസരം കൊടുക്കുമോ എന്നറിയില്ല. അത് ചിലപ്പോൾ കൊടുക്കാം, കൊടുക്കാതിരിക്കാം. കോടതിയുടെ തീരുമാനമാണത്, കോടതി മുറിയിലെ തീരുമാനമാണത്. അതുകൊണ്ട് ഇനി അധികം വൈകാതെ കോടതി ശിക്ഷാ പ്രഖ്യാപനത്തിലേക്ക് കടക്കും. ശിക്ഷാവിധി വരാനിരിക്കുന്നു.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.